ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. ഏതവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാൻ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഗൈഡൻസാക്കി മാത്രം എടുക്കുക, പേഴ്സണലി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം, പോസിറ്റീവായിട്ടിരിക്കാം. ആദ്യം തന്നെ കിട്ടിയത് സൺ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. എന്തു തന്നെ സാഹചര്യമായാലും ഈ വ്യക്തി എല്ലാം മറന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു കാർഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സണ്ണാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറാൻ പോകുന്നു. ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തി അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി അവർ മാറിക്കഴിഞ്ഞു. ഒത്തിരിയേറെ മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്നുള്ള ഒരു ചിന്തയിൽ നല്ലൊരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സണ്ണാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഈ വ്യക്തി തിരിച്ചു വരുന്ന ആ ഒരു എനർജിയാണ്, സൺ കാർഡാണ് കിട്ടിയത്. പൂർവാധികം ശക്തിയോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഈ വ്യക്തി എല്ലാം കൊണ്ടും ഇപ്പോൾ ആ ഒരു സൺ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ ഒരു മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പെട്ടെന്ന് അധികം വൈകാണ്ട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പം ഉള്ള ആ ഒരു മാരേജ്, അതേപോലെ മറ്റുള്ളവർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നു. പൂർവാധികം ശക്തിയോടെ നിങ്ങളിൽ തന്നെ തിരിച്ചു വരുന്നു കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇനി ബാക്കിയുള്ള കാർഡ്സ് കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് എന്നുള്ളത്. കാരണം അത്രത്തോളം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രത്തോളം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ചുറ്റിൽ എന്തുണ്ട്, ഇനി എന്താണ് അവർക്ക് ഈ സമയത്ത് സന്തോഷം കിട്ടുന്ന പലതും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷെ അതൊന്നുമല്ല, അവർ നിങ്ങളെ മാത്രമാണ് ഇപ്പോൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഈ സമയത്ത്. കാരണം ഏത് സമയത്തും ഇപ്പോൾ അവർ വർക്കിലാണെങ്കിൽ പോലും ഈ സമയത്ത് അവർ നിങ്ങളെ തന്നെയാണ് ചിന്തിക്കുന്നത്. പരമാവധി നിങ്ങളിലേക്ക് ആ സണ്ണിൻ്റെ എനർജി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു നിങ്ങളുടെ വ്യക്തി കേട്ടോ. അപ്പോൾ എങ്കിലും നമ്മൾ ഇപ്പോൾ കാർഡ്സ് എടുക്കുന്ന അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ വർക്കിങ്ങിലാണെങ്കിൽ ശരി, അവർ ആ സമയത്ത് അവർ മനസ്സിൽ പ്ലാനാണ്, എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നം കാണും. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒത്തിരി സ്വപ്നത്തോടെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജഡ്ജ്മെൻ്റ് കാർഡാണ്. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകാൻ പോകുന്നു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ കിട്ടിയത് നമുക്ക് സണ്ണാണ്. എല്ലാം കൊണ്ടും ആ ഒരു യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളുടെ വ്യക്തി. എല്ലാം മനസ്സിലാക്കി യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടു കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ പരം നിങ്ങൾക്കൊന്നും വേണ്ടല്ലോ. അതായത് നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് അത്രത്തോളം ഈ ഒരു നിങ്ങളെന്ന് പറയുന്നത് അത്രത്തോളം
വിലപ്പെട്ടതാണ് നിങ്ങളുടെ വ്യക്തിക്ക്. കാരണം അവരുടെ മനസ്സിൽ അവർക്ക് യോജിച്ച ഒരു പാർട്ട്ണർ, അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ, അത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ്. അതേപോലെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളാണ് യഥാർത്ഥ പാർട്ട്ണർ. യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. എല്ലാ ഒരു എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ആ ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കും. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിൽ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് നിങ്ങൾ കൊതിച്ചത്, ആ ഒരു സന്തോഷ വാർത്ത അത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കേൾക്കും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു സംസാരം, അതെന്താണോ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ കൊതിച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു സംസാരം അത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാനുള്ള യോഗമുണ്ട്. കാരണം അത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ശരി, അതിനൊക്കെ അകറ്റി മാറ്റും നിങ്ങളുടെ വ്യക്തി. അവർക്കിടയിൽ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പല ബുദ്ധിമുട്ടും പല കാര്യങ്ങളും ഈ സമയത്ത് എന്തൊക്കെയോ സാഹചര്യവശാൽ പല സിറ്റുവേഷനും തരണം ചെയ്യേണ്ടി വരുമായിരിക്കും. എങ്കിൽ പോലും അതൊക്കെ തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഇനി നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പെൻഡിക്കിൾസ് ആണ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു രീതിയിലാണ് ഇനി നിങ്ങളുടെ ജീവിതം പോകാൻ പോകുന്നത്. കാരണം നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥയാണ്. അവർക്ക് അത് സഹിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നിങ്ങളില്ലാത്തത് അവരെ സംബന്ധിച്ച് അത് അത്രത്തോളം വേദന തന്നെയാണ് എന്നാണ്, കഷ്ടപ്പാടാണ് അത്രത്തോളം. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു, പൂർവാധികം ശക്തിയിൽ തന്നെ നിങ്ങളിലേക്ക് വരുന്നു. ആദ്യം നമുക്ക് ആ കിട്ടിയ സണ്ണിൽ തന്നെ മതി, നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. കാരണം എങ്ങനെ എടുത്താലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ, കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്താനാവില്ല അവർക്ക്. അത്രത്തോളം മനസ്സിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളെ. അതായത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക്. ഈ സമയത്ത് അവർ വരും, പൂർവാധിക ശക്തിയോടെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. എങ്കിലും ഇടയ്ക്ക് അവരൊരു സ്റ്റക്കാണ്. അവർ വേറൊന്നും കൊണ്ടല്ല, ആ സ്റ്റക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത് ചില ഫിനാൻസിൻ്റെയൊക്കെ ചില ബുദ്ധിമുട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അതായത് ഫിനാൻസ് പരമായി എന്തെങ്കിലുമൊക്കെ കരിയറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു സ്റ്റക്ക് ഉണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങളുടെ വ്യക്തി പൂർവാധികം ശക്തിയെടുത്ത് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഇവിടെ ഒരു 3 ഓഫ് ഷോർട്സിൻ്റെ എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തി മൂലം, അല്ലെങ്കിൽ ഈ ഒരു വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം, അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി ഈ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയാവാം, തേർഡ് സിറ്റുവേഷൻ ആവാം, അങ്ങനെ എന്തോ ആവാം. അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ അകന്ന്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത്. എങ്ങനെയായാലും ആ ഒരു അത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു തകർച്ച തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ ചില എന്തെങ്കിലും ഒരു അവർക്ക് നിങ്ങളിൽ നിന്ന് പിരിയുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ആഘാതം ഏറ്റിട്ടുണ്ട്. ഒരു വലിയൊരു ഇപ്പോൾ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന ആ നിമിഷം തൊട്ട് നിങ്ങൾക്കതൊരു സഹിക്കാനാവാത്ത അത്രത്തോളം നിങ്ങൾ വേദനയിലാണ് എന്നാണ് ഈ കാർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനേക്കാൾ വേദന തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും അനുഭവിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ, നിങ്ങളെ പിരിഞ്ഞ നിമിഷം മുതൽ നിങ്ങളുടെ വ്യക്തിയും ഹാപ്പി അല്ല. അത്രത്തോളം വേദനയിൽ കൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും കടന്നു പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് എന്തോ ആവാം, സാഹചര്യവശാൽ നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞത്, ആ ഒരു വേർപിരിഞ്ഞ നിമിഷം മുതൽ നിങ്ങളുടെ വ്യക്തി ഹാപ്പി അല്ല. നിങ്ങളില്ലാതെ ആ ഒരു സന്തോഷവാനല്ല അവർ. നിങ്ങൾ എത്രത്തോളം ഈ രണ്ടുപേരും ഈ സാഹചര്യത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്.
തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കും അവർ തിരിച്ചു വരുന്നത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് എന്താ പറയുക നേടിത്തരും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്വപ്ന ജീവിതം അത് നിങ്ങളുടെ വ്യക്തി നേടിത്തരും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ ഒരു സമൃദ്ധിയോട് കൂടിയുള്ള ആ ഒരു ജീവിതമായിരിക്കും ഇനി നിങ്ങളുടേത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പൂർവാധിക ശക്തിയോട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്ക് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം ആ സ്നേഹം വഴുതി ഒഴുകുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് പകരാനാണ് ആ വ്യക്തി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് കേട്ടോ. അത് അധികം ഞാൻ കാർഡ്സ് എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം നല്ല കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി കാർഡ്സ് എടുത്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ച വന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം. അതാണ് നിങ്ങൾ പരസ്പരം അകലാനുള്ള കാരണം എന്നും ഇവിടെ കാണാൻ സാധിക്കും. ആ കാരണത്താൽ നിങ്ങൾ സന്തോഷവാനല്ല. രണ്ടുപേരും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫാമിലി ആവാം, അതേപോലെ തേർഡ് എന്തെങ്കിലുമൊക്കെ സാഹചര്യമാവാം, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു കാരണത്താൽ നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടോ അത്രത്തോളം വിഷമം ഈ വ്യക്തിയും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മാറും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ ഇതൊരു ട്വിൻ ഫ്ലെയിം ആകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊരു സോൾമേറ്റ് ആകാനും സാധ്യത, നല്ല രീതിയിൽ സോൾമേറ്റ് കണക്ഷനാണ്. അതിൽ കുറച്ച് പേർക്ക് മാത്രമേ ഇത് ട്വിൻ ഫ്ലെയിം ആകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കാർഡ്സിലൂടെ പറയാനുള്ളത്. നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾ മനസ്സിൽ എന്താ പറയുക, ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കുക മനസ്സിനെ. കൂടുതലും ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ പാടില്ല കേട്ടോ. ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം. പാലക്കാട് ടീച്ചറാകാനുള്ള സാധ്യതയുണ്ട്. മലപ്പുറം, ചതയം, ബ്ലൂ കളർ, ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഐ, ലെറ്റർ ബി കേട്ടോ, ലെറ്റർ എക്സ്, കണ്ണൂർ, OM, ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം. ഏപ്രിൽ 16, 17, പൂരം, എറണാകുളം, ലെറ്റർ O, അനിഴം, ചോതി, അശ്വതി, ഡിസംബർ, നവംബർ 50, 24, 4 എന്ന് കിട്ടിയിട്ടുണ്ട്. 49, 9 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇതാണ് നമുക്ക് ഇന്നിവിടെ പറയാനുള്ളത്. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.